ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എപ്പിസോഡ് 45 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നടന്നിട്ടുണ്ട് സുപ്രധാന സംഭവങ്ങൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ സുഖയില്ലാണ്ട് കിടക്കുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലൈവൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ. ആ സമയത്ത് ജാസ്മിൻ മിസ്സിങ് ആണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. പിന്നെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ജാസ്മിന് സുഖമില്ല. അപ്പോൾ ജാസ്മിൻ കിടപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ആക്ടിവിറ്റീസിലും ജാസ്മിൻ രാത്രി വരെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ജാസ്മിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റിലും ജാസ്മിൻ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതെന്തോ വൈറൽ ഫീവറോ എന്തോ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ അതായത് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് തുടക്കം. ജിൻഡോനെ ഏൽപ്പിച്ച പണി, അതായത് കിച്ചൺ ക്യാപ്റ്റനായി നിയമിച്ച ജിൻഡോ രാവിലെ തന്നെ ചായയോ ഒന്നും ഇടാണ്ട് എവിടെയോ വാഷ്റൂമിൽ എവിടെയോ പോയിരിക്കുക, എന്തോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ശ്രീധു ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ജിൻഡോനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ആ കിച്ചൺ ക്യാപ്റ്റൻ എന്ന പദവിയിൽ നിന്ന് മാറ്റുകയും പിന്നെ വേറെ ആർക്കോ അതെടുത്ത് ഏൽപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ശ്രീധുവിൻ്റെ ഒരു ക്യാപ്റ്റൻസി വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ DJ സിബിൻ മച്ചാൻ ഇന്നലെ കുറേ സംഭവങ്ങൾ കളിച്ചതാണ്. എനിക്ക് പോകണം, എനിക്ക് വയ്യ, ട്രോമ വരും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈക്കോളജി പഠിച്ചു എന്ന് പറയുന്ന ശ്രീരേഖയൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വലിയ സംസാരവും സംഭാഷണങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു ടാസ്കും കൊടുത്തു, നുണ പറയാൻ വേണ്ടിയിട്ട്, ഓരോ ആൾക്കാരെ കൊണ്ട് നുണ പറയാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ DJ സിബിൻ പങ്കെടുക്കുക, അതിൻ്റെ ഇടയിലൊക്കെ അതിൽ ഇറങ്ങിച്ചെന്ന് കളിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ബിഗ് ബോസിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നതാണ് കണ്ടത്. അതായത് എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് വീട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ്. അത് പറഞ്ഞതുപോലെ ഇരിക്കട്ടെ, എനിക്കറിയില്ല DJ സിബിൻ ഇത് ഉദ്ദേശിച്ചിട്ടാണോ ഇത് നടത്തിയത്. കാരണം വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു ക്ഷീണം മാറ്റണമല്ലോ. അപ്പോൾ താൽക്കാലികമായി അല്ലെങ്കിൽ വീട്ടിന് താങ്കൾക്ക് ആരോഗ്യപരമായിട്ട് റെസ്റ്റ് വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറ്റുകയാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം പുള്ളിക്കാരനെടുത്ത് മാറ്റി, ഇനിയിപ്പോൾ ഉള്ള വീഡിയോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ഇനിയിപ്പോൾ പുള്ളി തന്നെ പറയും ഞാൻ ശരിയായി ബിഗ് ബോസെ, എനിക്ക് തിരിച്ച് കയറണമെന്ന് 100% ഞാൻ എഴുതി തരാം. പുള്ളി സുഖമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. കാരണം ഇനിയിപ്പം പുള്ളി എന്ത് ഇവിടെ കിടന്ന് മലമറിച്ച് കാണിച്ചാലും ജാസ്മിൻ്റെ അടുത്ത് കയറി എന്തെങ്കിലും അടിയുണ്ടാക്കാൻ മതി. ജാസ്മിൻ്റെ അടുത്തൊക്കെ കുറേ സോറിയൊക്കെ പറയുന്നത് നമ്മൾ പിന്നീടുള്ള എപ്പിസോഡിൽ കണ്ടതാണ്. കാരണം ജാസ്മിൻ്റെ മേലിൽ കുറേ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്തത്. അതായത് വേറെ ആൾക്കാരുടെ അടുത്തും കൂടി കളി അല്ലെങ്കിൽ ഗെയിം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥം വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ രീതിയിൽ സിബിൻ അന്ന് കൊടുക്കാൻ കാരണം. എന്തായാലും ഞാൻ എഴുതി തരാം, 100% സിബിൻ തിരിച്ചു വരും. 1-2 ദിവസത്തിനുള്ളിൽ സിബിൻ തിരിച്ചു വരും എന്നുള്ള കാര്യം ഏകദേശം 100% ഉറപ്പ് തന്നെയാണ്. അതിനുശേഷം ഇന്ന് നല്ലൊരു ചാലഞ്ചിങ് ഗെയിം ഉണ്ടായിരുന്നു. ഫിസിക്കലി നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അതിൽ ജിൻഡോ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഋഷിയും അൻസിബയാണ് തോന്നുന്നു. നമ്മുടെ കാള കുത്താൻ വന്ന് എടുത്ത് എറിയുന്ന പോലെയാണ് ജിൻഡോ വന്നിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഇഞ്ചുറി പറ്റാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണത്. പ്രത്യേകിച്ച് ജിൻഡോനെ പോലെ അത്രയും ഒരു ബോഡി മാസ് ഉള്ള ഒരാൾ വന്നിട്ട് ഒരാളെ കുത്തി എറിയുമ്പോൾ ഒക്കെ വലിയ രീതിയിൽ പരിക്കുണ്ടാവും. അതിൻ്റെ അപ്സര മുട്ടൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്ചകളോളം മാസങ്ങളോളം ചിലപ്പോൾ അതിനു വേണ്ടി നടക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇത്തരം ഗെയിമിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. പിന്നെ ജിൻഡോന് എത്രത്തോളം ബോധത്തോട് കൂടിയിട്ടാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു തിരിച്ചറിവില്ലാണ്ട് ആരെങ്കിലുമൊക്കെ പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം പിന്നെ ആ കഷ്ടപ്പാടും കൊണ്ട് നടക്കേണ്ടി വരും. നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണല്ലോ, ഒരു മാന്യൻ്റെ പ്രകടനം കാരണം ഒരു മനുഷ്യൻ ഹോസ്പിറ്റലും സർജറിക്കും വിധേയമാവേണ്ടി വന്നൊരവസ്ഥ വലിയ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയല്ലേ അത്. കാരണം ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മേജറായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. പിന്നീട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേക്കും ജാസ്മിൻ കുറച്ച് ഉഷാറായി. ജാസ്മിൻ്റെ ഒരു ആബ്സെൻസ് ഇന്ന് ഉടനീളം എല്ലാ എപ്പിസോഡിലും ഉണ്ടായിരുന്നു, ഫുൾ എപ്പിസോഡിലും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരു സബ്സ്റ്റൻസ്, ഒരു കോണ്ടൻറ്റ്, ഒരു മെയിൻ ഒരു സംഭവങ്ങളൊന്നും എല്ലാം നടന്നു. ഇങ്ങനെ എന്തോ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ലാതെ വലിയ കാര്യങ്ങളോ സംഭവബഹുലമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ജാസ്മിൻ്റെ ഒരു ആബ്സെൻസ് തീർച്ചയായിട്ടും ഇന്ന് വീട്ടിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാളത്തെ എപ്പിസോഡിൽ തന്നെ ഉഷാറായി തിരിച്ചു വരട്ടെ, പുതിയ കണ്ടൻറ്റുകൾ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
നമുക്ക് രാത്രിയത്തെ സംഭവമായത്തേക്ക് ഗബ്രി പിന്നെ റൂമിലൊക്കെ കയറി ബിഗ് ബോസ് വാണിയുന്നുണ്ടായിരുന്നു, ഇടപെടൽ സമ്പർക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് രോഗാവസ്ഥയിലുള്ള ആളുമായിട്ട്, കാരണം വൈറൽ ഫീവറോ മറ്റാണെങ്കിൽ എല്ലാവർക്കും സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ പണിയാവുമല്ലോ എന്നുള്ള സംഭവം. അപ്പോൾ ഇവർ തമ്മിലൊരു ലവ്, അല്ലെങ്കിൽ ജാസ്മിൻ ഹൃദയം തുറന്നു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിനിടയ്ക്ക് കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രിൻ്റെ. തമാശയാണോ സത്യമാണോ എന്താണെന്നൊന്നും അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതൊരു ഗെയിമിൻ്റെ ഒരു ഫണ്ണായി എടുക്കുന്നു, അത്ര തന്നെ. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നാളത്തെ എപ്പിസോഡായിട്ട് വരാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.